ഏതു നിമിഷവും ഇസ്രായേലി സൈന്യത്തിന്റെ ആക്രമണമുണ്ടായേക്കാവുന്ന റഫ നഗരം. നഗരത്തിൽ അൽ ഔദ പള്ളിയോടടുത്തുള്ള ഒരു സ്കൂൾ മതിലിൽ ഒരു വലിയ കിളിക്കൂടുണ്ട്. ഈ കൂട്ടിലിരുന്ന് കാനറി പക്ഷികളും ലവ് ബേഡുകളും ഗോൾഡ് ഫിഞ്ച് പക്ഷികളും പൊഴിക്കുന്ന സംഗീതം ദൂരെ പൊട്ടിത്തകരുന്ന ബോംബുകളുടെ ശബ്ദം കേട്ട് വിശന്നുറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ആശ്വാസമേകുന്നു. ഏതു നിമിഷവും ബോംബാക്രമണം ഉണ്ടായേക്കാമെങ്കിലും ഇവിടെ എപ്പോഴും കിളികളെ വാങ്ങാനെത്തുന്നവരുടെ തിരക്കാണ്. പട്ടിണിയിലും ദാരിദ്ര്യത്തിലും വലയുമ്പോഴും കയ്യിലുള്ള അവസാന നാണയവും ചെലവാക്കി കിളിക്കുഞ്ഞുങ്ങളെ വാങ്ങുവാൻ പാലസ്തീനികൾ എത്തുന്നു. തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ ആക്രമണം അഴിച്ചുവിടുന്ന ഇസ്രയേലിന്റെ ബോംബുകളുടെയും മിസൈലുകളുടെയും ശബ്ദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാൻ പലസ്തീനികൾക്കുള്ള ഒരേയൊരു മാർഗം ഈ കിളികളാണ്. ഗാസയിലെ യുദ്ധം പലസ്തീനികളുടെ മാനസികാരോഗ്യത്തെയും സാരമായി ബാധിച്ചു എന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ വിഭാഗം അറിയിക്കുന്നത്. പല പലസ്തീനികളും വിഷാദ രോഗത്തിനും മാനസിക പിരിമുറുക്കത്തിനും അടിപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ നിന്നൊരു ആശ്വാസമേകുവാൻ കിളികളുടെ ശബ്ദമല്ലാതെ മറ്റൊന്നും പലസ്തീനികൾക്ക് ലഭ്യമല്ല. ഗാസയിലെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളെല്ലാം പ്രവർത്തനരഹിതമായിരിക്കുകയാണ്. മാത്രമല്ല, പ്രദേശത്തെ ഹോസ്പിറ്റലുകളെല്ലാം പൂർണ്ണമായോ ഭാഗികമായോ ഇസ്രായേലിന്റെ ഷെല്ലാക്രമണത്തിൽ തകർന്നിരിക്കുന്നു. കുട്ടികളെയാണ് യുദ്ധം ഏറ്റവും കൂടുതലായി ബാധിച്ചിരിക്കുന്നത്. ഗാസയിലെ ആക്രമണത്തെ തുടർന്ന് വീടും ബന്ധുക്കളും നഷ്ടപ്പെട്ട കുട്ടികളെ അനാഥത്വവും പട്ടിണിയുമാണ് കാത്തിരിക്കുന്നത്. ഭക്ഷണവും വെള്ളവും പോലും കിട്ടാക്കനിയാണെങ്കിലും ഗാസയിലെ വിവിധ ഭാഗങ്ങളിലുള്ള അലങ്കാര പക്ഷി മാർക്കറ്റിൽ വിൽപ്പന തകൃതിയായി നടക്കുകയാണ്. പണമൊന്നും കയ്യിലില്ലെങ്കിലും കിളികളുടെ കളകൂജനം കേട്ട് ആശ്വാസം തേടുവാൻ ഇവിടേക്ക് എത്തുന്നവരും നിരവധിയാണ്. ഇന്ത്യൻ രൂപ 3000-നും 5000-നും ഇടയിലാണ് ഈ കിളികളുടെ വില. ഇവയ്ക്കുള്ള തീറ്റയ്ക്കും കിലോയ്ക്ക് 1500ഓളം രൂപയാണ് വില. എങ്കിലും പലസ്തീൻ ജനതയുടെ അതിജീവനത്തിന്റെയും പ്രതീക്ഷയുടെയും പ്രതീകമാവുകയാണ് ഈ പറവകൾ. പലസ്തീനിലേക്ക് വെള്ളവും വൈദ്യുതിയും വിച്ഛേദിച്ച ഇസ്രായേൽ സൈന്യം പലസ്തീനികൾക്കുള്ള ഭക്ഷണ ട്രക്കുകളും തടഞ്ഞു വച്ചിരിക്കുകയാണ്. വൈറ്റ് ഫോസ്ഫറസ് പോലെ അതിമാരകവും ഐക്യരാഷ്ട്ര സംഘടന നിരോധിച്ചതുമായ ആയുധങ്ങൾ ജനവാസ മേഖലയിൽ പ്രയോഗിക്കുന്ന ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇതുവരെ കൊന്നൊടുക്കിയത് 30,000-ഓളം പലസ്തീനികളെയാണ്. ഇതിൽ സ്ത്രീകളും കുട്ടികളുമാണ് ഭൂരിഭാഗവും. കഴിഞ്ഞ ദിവസം വടക്കൻ ഗാസയിൽ ഭക്ഷണത്തിനായി ക്യൂ നിന്നവർക്കു നേരെ ഇസ്രായേൽ സൈന്യം നിറയൊഴിച്ചത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കി. ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും അനേകം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഭക്ഷണത്തിന് ക്യൂ നിന്ന നിരായുധരായ പലസ്തീനികൾ വെടിയുണ്ടകളിൽ നിന്നും ഓടിമറയുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്.